ഹലോ, ഹായ്, നമസ്കാരം. ദ അൺനോൺ ഗൺമാൻ ആൻഡ് ദ റിയൽ ഗെയിം. അജ്ഞാതനായ തോക്കുധാരിയും അതിന് പുറകിലുള്ള റിയൽ ഗെയിമുമാണ് ഇന്ന് 5 സെക്കൻഡ്സ് വ്യൂ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ, സ്പെസിഫിക്കലി പറഞ്ഞ 2022 ശേഷം, ഏതാണ്ട് 20ഓളം ഹൈ പ്രൊഫൈൽ ആന്റി ഇന്ത്യ ടെററിസ്റ്റ് എലമെന്റ്സ് ആണ് ഈ അജ്ഞാതനായ തോക്കുധാരികൾ ഗൺ ഡൗൺ ചെയ്ത് കളഞ്ഞത്, എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞത്. വളരെ സന്തോഷം തരുന്ന ഒരു ഇൻഫർമേഷൻ ആണ്, ന്യൂസ് ആണ് ഇതൊക്കെ. ഏത് പ്രൗഡ് ഭാരതീയനും വളരെയധികം സന്തോഷം തരുന്ന ഒരു ന്യൂസ് ആണ്. ഈ ഹൈ പ്രൊഫൈൽ എലിമിനേഷൻസ് മുഴുവൻ നടന്നിരിക്കുന്നത് പ്രൈമർലി കാനഡ ആൻഡ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ 2 രാജ്യങ്ങളിലാണ് നടക്കുന്നത്. പക്ഷേ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന ഒരു കില്ലിംഗ് എന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സർബ്ജീത് സിംഗ്, ഇന്ത്യൻ സിറ്റിസൺ, അദ്ദേഹത്തിനെ പാകിസ്ഥാനിൽ വെച്ച് കൊന്നുകളഞ്ഞ ഒരാളുടെ മരണമാണ്. വളരെ റീസെന്റ് ആയിട്ട് 2 days ബാക്ക് ആരോ ഇതുപോലുള്ള ഒരു അജ്ഞാതനായ തോക്കുധാരി അദ്ദേഹത്തെ എലിമിനേറ്റ് ചെയ്തു. വെരി ഗുഡ്. ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. അദ്ദേഹത്തിന്റെ മകളുടെ ഇന്റർവ്യൂ എല്ലാം കണ്ടിരുന്നു. നമുക്ക് വളരെ ഹൃദയവേദനയോടുകൂടെ മാത്രമേ ആ ഒരു ഇന്റർവ്യൂ കേൾക്കാനൊക്കെ സാധിക്കുള്ളൂ. പക്ഷെ ഇറ്റ്സ് ജോയ്ഫുൾ ഫോർ ദം ആൻഡ് ഇറ്റ്സ് ജോയ്ഫുൾ ഫോർ അസ് ഓൾസോ. ബട്ട് എന്താണ് ഇതുപോലത്തെ ഒരു ഹൈ പ്രൊഫൈൽ കില്ലിങ്ങും അതിനുശേഷം വെസ്റ്റേൺ കൺട്രിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു റെസ്പോൺസും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെസ്പോൺസ് വരുന്നത്? വായ് ഒരു പ്രത്യേക തരത്തിലുള്ള നരേഷൻ ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് അവർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ, ആഫ്റ്റർ ദിസ് 20 കില്ലിംഗ്, ഇതുപോലത്തെ ഒരു 10-20 ഹൈ പ്രൊഫൈൽ എലിമിനേഷന് ശേഷം ഒരു ട്രയാങ്കിൾ ഇപ്പോ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കാനഡ, USA ആൻഡ് പാകിസ്ഥാൻ ട്രയാങ്കിൾ. എന്താ കാര്യം എന്ന് വെച്ചാൽ, ലാസ്റ്റ് 1 year ബാക്ക് ജസ്റ്റിൻ ട്രൂഡോ, കനേഡിയൻ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം അവരുടെ പാർലമെന്റിൽ നിന്നാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ഇന്ത്യൻ ഏജൻസ് ആണ് 6 സെപ്പറേറ്റിസ്റ്റ് ലീഡർമാരെ കനേഡിയൻ സോയിലിൽ വെച്ച് എലിമിനേറ്റ് ചെയ്തത്, കൊന്നു കളഞ്ഞതെന്ന്. ഓക്കെ, ഇത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം കാനഡയിലുള്ള US അംബാസിഡർ പറഞ്ഞത്, കാനഡ ഇങ്ങനെ പറയാനുള്ള കാരണം 5 eyes നെറ്റ്വർക്ക് ആയ ഇന്റലിജൻസ് ഗ്യാതറിംഗ് ഉണ്ട്. ആ ഇന്റലിജൻസ് ഗ്യാതറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയാണ് ഇവർക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള റീസൺസ് കിട്ടിയത്. ഇന്ത്യൻ ഏജൻസ് ആണ് ഇവരെ കൊന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇറ്റ്സ് എ ഹ്യൂജ് അക്യൂസിഷൻ. ഇതെല്ലാം കഴിഞ്ഞ് ഡയറക്ട്ലി ദ മെയിൻ കൾപ്രിറ്റ് ഹാസ് കം അപ്പ് ആൻഡ് അക്യൂസ്ഡ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേരെ വന്ന് പറയുകയാണ്, ഖാലിസ്ഥാൻ സെപ്പറേറ്റിസ്റ്റ് ലീഡറായ പന്നുവിനെ ന്യൂയോർക്കിൽ വെച്ച് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ പ്ലാൻ ചെയ്യുന്നു, കൊല്ലാൻ നോക്കുന്നു, അതിനുള്ള പ്ലോട്ട് തയ്യാറായി കഴിഞ്ഞു, എല്ലാം ബ്ലാ 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 എല്ലാം പറയുന്നു. ഏറ്റവും അവസാനം വളരെ റീസെന്റ് ദ ഓൾഡ് ഡോഗ് പാകിസ്ഥാൻ ബാർക്ക് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ 2 സിറ്റിസൺസിനെ ഇന്ത്യൻ ഏജൻസ് പാകിസ്ഥാനിൽ വെച്ച് കൊന്നുകളഞ്ഞു, ഇത് കാനഡയിൽ വെച്ച് നടന്നിരിക്കുന്ന കില്ലിങ് പോലെ തന്നെയാണ്, US ഇന്ത്യയെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇതേപോലെയുള്ള അസാസിനേഷൻസ് ഞങ്ങളുടെ രാജ്യത്ത് ഇവർ ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്സ് ആണ് നടത്തുന്നത്, ഇത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ വെച്ചാണ് ചെയ്യുന്നത്, ഇന്ത്യ ഒരു ടെററിസ്റ്റ് നേഷൻ ആണ്, ഇതുപോലത്തെ എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്സ് ഇന്ത്യ ചെയ്യുന്നുണ്ട്, ഇത് വളരെ മോശമാണ്. ഇങ്ങനെയുള്ള ഡയലോഗുകളാണ് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? പാകിസ്ഥാൻ ചെയ്യുന്ന കാര്യത്തിന് മെയിൻ ഒരു അജണ്ടയുണ്ട്. കാരണം വേൾഡ് വൈഡ് പാകിസ്ഥാൻ ഒരു ടെററിസ്റ്റ് നേഷൻ ആണെന്ന് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ആ പേര് പാകിസ്ഥാന്റെ മാഥ മീൻസ് നെറ്റിയിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവില്ല. പാകിസ്ഥാൻ വാണ്ട്സ് ടു ഇക്വേറ്റ് ഇന്ത്യ വിത്ത് പാകിസ്ഥാൻസ് ഫേറ്റ്. പാകിസ്ഥാന്റെ അതേ നിലവാരത്തിലേക്ക് ഇന്ത്യയും കൊണ്ടുവരാൻ അവർ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. റിലന്റ്ലെസ്ലി അവർ ശ്രമിക്കുകയാണ്. 2, വളരെ റീസെന്റ് ആയിട്ട് അഫ്ഗാനിസ്ഥാനിൽ വെച്ചൊരു മലയാളിയായ ഒരു IS പ്രവർത്തകൻ അവിടെ പിടിക്കപ്പെട്ടു. ഇത് പണ്ടെങ്ങോ ISIS-ൽ ചേർന്ന് അഫ്ഗാനിസ്ഥാനിൽ ചേർന്ന ഒരു മലയാളിയാണ്. ഈ പാകിസ്ഥാൻ ഈ ഒരു ആംഗിൾ അല്ല സംസാരിക്കുന്നത്. പാകിസ്ഥാൻ സംസാരിക്കുന്നത് ഈ റഷ്യയിൽ ഇപ്പൊ നടന്നിരിക്കുന്ന ആക്രമണവും ഇതും തമ്മിലാണ് പാകിസ്ഥാൻ കൂട്ടി വായിക്കാൻ ശ്രമിക്കുന്നത്, നരേഷൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ലുക്ക്, ഇന്ത്യൻ ഏജന്റ് താലിബാനിൽ
IS പ്രവർത്തകൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇവർക്ക് ISK ഖുറാസാൻ പ്രൊവിൻസുമായിട്ട് ബന്ധമുണ്ട്, ഇത് അന്വേഷിക്കണം, ഇന്ത്യയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇന്ത്യ ഒരു ടെററിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രി ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള നരേഷീവാണ് റൺ ചെയ്യുന്നത്. സെക്കൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നും ഈ ഡബിൾ ഗെയിമിന്റെ ആശാന്മാരാണ്. ഒരു കൈ കൊണ്ട് ഇന്ത്യയെ തലോടും, മറ്റേ കൈ കൊണ്ട് ഇന്ത്യ ഒലക്കോണ്ടടിക്കും. കുറച്ച് നാൾ മുമ്പാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പാകിസ്ഥാൻ F-16 ഫൈറ്റർ പ്ലെയിൻസ് മേടിക്കാനായിട്ടുള്ളത്, റിപ്പയർ ചെയ്യാനായിട്ടുള്ള പൈസ കൊടുത്ത് സഹായിച്ചത്. ഇന്ത്യ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ടെററിസ്റ്റിനെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയുടെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ജയശങ്കർ നല്ലൊരു മറുപടി കൊടുത്തിരുന്നു, യു ആർ നോട്ട് ഫൂളിങ് എനിബഡി, നിങ്ങൾ ആരെയും മണ്ടന്മാരാക്കുന്നില്ല, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന്. ദാറ്റ്സ് ഓക്കെ. ഇന്റർനാഷണൽ പോഡിയത്തിൽ വെച്ച് ഇന്ത്യ നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ നരേറ്റീവ് ബിൽഡ് ചെയ്യുന്നതിൽ, അതിന്റെ കൗണ്ടർ നരേറ്റീവ് ബിൽഡ് ചെയ്യുന്നതിൽ ഇന്ത്യ പരാജയപ്പെടുന്നു. എന്താണ് ഇങ്ങനെയുള്ള ഒരു മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിന്റെ മെയിൻ ലക്ഷ്യം? ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 2 വേൾഡ് ത്രെട്ടുകൾക്ക് അല്ലെങ്കിൽ വലിയ ഡെവലപ്മെന്റ് നടന്നത്. ഒന്ന്, യൂറോപ്പിൽ ഉക്രൈൻ റഷ്യ വാറാണ്. ആ സമയത്ത് വളരെയധികം മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ വെസ്റ്റേൺ മീഡിയ റഷ്യക്കെതിരെയും യുക്രൈൻ അനുകൂലമായിട്ടും ഒരുപാട് മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ നടത്തി. റഷ്യ കംപ്ലീറ്റ്ലി പരാജയപ്പെട്ടു പോയി അതിൽ. ഇത് കഴിഞ്ഞതിന് ശേഷം റഷ്യൻ ഓയിൽ മേടിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ഇന്ത്യയെ ഗ്രില്ല് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള പ്രിന്റ്, ഇലക്ട്രോണിക്, സോഷ്യൽ മീഡിയ എല്ലാവരും കൂടി വന്നു. പക്ഷേ ദ പുഷ് ബാക്ക് ഫ്രം ഇന്ത്യൻ നരേറ്റീവ്, ഈ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ അടുത്ത് നിന്ന് വന്ന പുഷ് ബാക്ക് അമേസിങ് ആയിരുന്നു. കാരണം വലിയൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് പോപ്പുലേഷൻ നമുക്കുണ്ട്. അവരുടെ പ്രസൻസ് ഇൻ സോഷ്യൽ മീഡിയ സോ ഹ്യൂജ് ആൻഡ് ഡെപ്ത്. വേൾഡ് ഈ അവരുടെ ഒപ്പീനിയനെ റെസ്പെക്ട് ചെയ്യുന്നു. ഇത് അവർക്ക് കിട്ടിയ വലിയൊരു തിരിച്ചടിയാണ്, അതൊരു തിരിച്ചറിവും കൂടിയാണ്. സെക്കൻഡ്, ഇസ്രായേൽ ഹമാസ് വാറിൽ ഇസ്രായേലിനെതിരെയുള്ള ഒരു വലിയ ഓൺസ്ലോട്ടിൽ, അത് ശരിയാണോ തെറ്റാണോ എന്നല്ല സംസാരിക്കുന്നത്, വലിയൊരു ഓൺസ്ലോട്ടിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഇന്ത്യൻ ഹാൻഡ്ലേഴ്സ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇന്ത്യൻ ഹാൻഡ്ലേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് പ്രസൻസ് ആയിരുന്നു. ഒരു പക്ഷേ ഇസ്രായേലികളെക്കാൾ കൂടുതലായിട്ട് ഇസ്രായേലിന്റെ സ്റ്റാൻഡ് വേൾഡ് പോഡിയത്തിൽ വെച്ചത്, സോഷ്യൽ മീഡിയയിൽ വെച്ചത് ഇന്ത്യൻ ഹാൻഡ്ലേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സോഷ്യൽ മീഡിയ യൂസേഴ്സ് ആണെന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. ഈ 2 കാര്യങ്ങൾ മനസ്സിലായപ്പോഴത്തേക്കും ഇന്ത്യയുടെ സോഫ്റ്റ് പവറിന്റെ വ്യാപ്തി വെസ്റ്റേൺ കൺട്രീസിന് മനസ്സിലായി. ഇത് ഇനി വരുന്നത് ഈ ഇന്ത്യയുടെ ഈ പവറിനെ കർട്ടെയിൽ ചെയ്ത് കണ്ടെയ്ൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, ഇതിന് അനിയന്ത്രിതമായിട്ട് വളരാൻ അനുവദിച്ചാൽ ഇന്ത്യക്ക് ഈ ലോകത്തിന് തന്നെ അവരുടെ കയ്യിലുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെസ്റ്റേൺ പവറിന്റെ ലോകം കൺട്രോൾ ചെയ്യുന്ന അവരുടെ പവറിന് ഇതൊരു ചലഞ്ച് ആയിരിക്കും എന്നുള്ള ബോധ്യം അവർക്ക് വന്നു. സോ അവരാദ്യം ചെയ്യുന്നത് എന്താണ്? ഇന്ത്യൻ വോയിസിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. സോ ഇന്ത്യ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്, ഇന്ത്യൻ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, അവര് ഫണ്ടമെന്റലി ചിന്തിക്കുന്ന ആളുകളാണ്, ബയസ്ഡ് ആണ് അവരുടെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ് വേൾഡ് അരീനയിൽ ആദ്യം ഇങ്ങനത്തെ ഒരു ഒപ്പീനിയൻ നാരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാനാണ് ഫസ്റ്റ് ശ്രമിക്കുന്നത്. 2, ഇതുവഴി ഇന്ത്യയെ ബാക്ക്ഫുട്ടിലാക്കുക. അവര് വർഷങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രിട്ടിക്കൽ അസറ്റ്സ്, ഇന്ത്യയുടെ ഉള്ളിൽ അവരുടെ സ്ലീപ്പർ സെൽസ് ക്രിട്ടിക്കൽ അസറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക. കാരണം ഇന്ത്യ ഓൺസ്ലോട്ട് ചെയ്യുകയാണ് ഇങ്ങനെയുള്ള അസറ്റുകൾ. ഇന്ത്യ ആണോന്ന് അറിയില്ല, ഈ പറഞ്ഞ അൺനോൺ ഗൺമാൻ, ഇന്ത്യൻ പോളിസീസ്, ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇന്ത്യയുടെ ടൈറ്റനിങ്, ഇതെല്ലാം വെച്ച് ഇന്ത്യയുടെ ഉള്ളിലും പുറത്തുമുള്ള ആന്റി ഇന്ത്യ അസറ്റ്സ് മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഒരു പരിധി വരെ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തേർഡ്, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരു വൈഡ് വെസ്റ്റേൺ അജണ്ടയുണ്ട്. ദേ ഹാവ് എ പർട്ടിക്കുലർ വേൾഡ് വ്യൂ. അതിൽ കണ്ടെയ്ൻ ഇന്ത്യ എന്നതൊരു വലിയ സ്ട്രാറ്റജിയാണ്. കാരണം ഏഷ്യയിൽ ഇനി ഒരു പവർ വളർന്നു വരാൻ വെസ്റ്റ് സമ്മതിക്കില്ല. അതിൽ ഇന്ത്യ ഒരു $10 trillion എക്കണോമി ആയി കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഈ ഏഷ്യയിൽ വരുന്ന ഏഷ്യയുടെ സാമ്പത്തിക, മിലിറ്ററി, സോഫ്റ്റ് പവറിന്റെ മുന്നിൽ വെസ്റ്റിന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. സോ ഇന്ത്യയെ കൂടി വളരാൻ അവരെ അനുവദിക്കില്ല. അത് കണ്ടെയ്ൻ ഇന്ത്യ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരിക്കാം. ഇതിലെ ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഗാലറിയിലേക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്, ഈ നരേറ്റീവ് എന്താണ് വരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾക്കോ
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ മനസ്സിലാവുന്നില്ല. അതിന്റെ പ്രൈമറി കാരണം എന്ന് പറയുന്നത് തേർഡ് വേൾഡ് കൺട്രിയായ പാകിസ്ഥാൻ ഒരു ISPR പോലത്തെ അവരുടെ പ്രൊപ്പഗൻഡ നടത്താനായിട്ടൊരു വിങ് ഉണ്ട് ISIക്ക്. അവരുടെ ചാരസംഘടനയായ ISIക്ക് ISPR എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ തന്നെയുണ്ട്. ദേ ആർ വെരി ഗുഡ് അറ്റ് പ്രൊപ്പഗൻഡ. നരേഷൻ ബിൽഡ് ചെയ്ത് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് അവർ വളരെ നല്ലതാണ്. ഇന്ത്യൻ ഓർഗനൈസേഷൻസിന് ആർക്കും ഇതുപോലത്തെ ഒരു ഓർഗനൈസേഷൻ സ്ട്രെങ്ത് ഇല്ല. ഇത് നമ്മൾക്ക് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. 2, ചില സമയത്ത് ഈവൻ ദ എക്സ്ട്രീം റൈറ്റ് വിങ് ഹാൻഡ്ലേഴ്സ് ഇന്ത്യയിലുള്ള ആളുകൾ വരെ പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള അസറ്റ്സിന്റെ കയ്യാൽ മണ്ടന്മാരായി പോവാണ്. ഒരു ലേറ്റസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു പാകിസ്ഥാനി യൂട്യൂബർ ഉണ്ട്, ലേഡി യൂട്യൂബർ. അവരെപ്പോഴും ഇന്ത്യൻ യൂട്യൂബ് ചാനൽസിൽ വന്ന് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിയും ഇന്ത്യക്ക് അനുകൂലമായും ഇന്ത്യക്ക് എതിരെയായിട്ടും ഒക്കെ സംസാരിക്കേണ്ട ഒരു ലിബറൽ പാത്തൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ലേഡി യൂട്യൂബറാണ്. അവരാണ് ഫസ്റ്റ് പറഞ്ഞത് ദാവൂദ് ഇബ്രാഹിം അയാളെ പോയിസൺ കൊടുത്തു, അയാൾ മരിക്കാൻ കിടക്കുകയാണെന്ന് പറഞ്ഞ് തൊടാതെയാണ് ഈ ന്യൂസ് ഇന്ത്യയിലുള്ള റൈറ്റ് വിങ് ഹാൻഡ്ലേഴ്സ് മുഴുവൻ വിഴുങ്ങിയതും ഈ കാര്യം മുഴുവൻ ലോകം മുഴുവൻ പറഞ്ഞു നടന്നത്. എത്ര നാണക്കേടായിരുന്നു റൈറ്റ് വിങ് സോഷ്യൽ മീഡിയ നടക്കുന്ന എല്ലാവർക്കും സംഭവിച്ചത്. അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് റിസർച്ച് എങ്കിലും ചെയ്യണ്ടേ. ഇതുപോലത്തെയുള്ള അസറ്റ്സ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇസ്ലാമാബാദിൽ ISIയുടെ മൂക്കിന് താഴെ ഇരുന്നു കൊണ്ട് ഒരു പാകിസ്ഥാനി ലേഡി ആങ്കർ, ഒരു യൂട്യൂബർ, ഒരു ന്യൂസ് അവരുടെ ഏറ്റവും വലിയ അസറ്റായ ദാവൂദ് ഇബ്രാഹിമിനെതിരെ പറയണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ ISIയുടെ ബ്ലെസ്സിങ് ഇല്ലാതെ നടക്കില്ല. അങ്ങനെ പറഞ്ഞാൽ അവർ പിറ്റേ ദിവസം പുറലോകം കാണില്ല. ഈ ബേസിക് ഒരു തോട്ട് പ്രോസസ്സെങ്കിലും ഇവിടെയുള്ള റൈറ്റ് വിങ് അറ്റ്ലീസ്റ്റ് റൈറ്റ് വിങ് സോഷ്യൽ മീഡിയ ഹാൻഡ്ലേഴ്സിനെങ്കിലും ഉണ്ടാവണ്ടേ. ഒരു നാഷണൽ നരേറ്റീവ് കീപ്പ് ചെയ്യുന്ന ആളുകൾക്കെങ്കിലും വേണ്ടേ. സോ വി ഡോണ്ട് ഹാവ് ദാറ്റ്. 3rd, നമുക്കൊരു നാഷണൽ നരേറ്റീവ് ഇല്ല. പണ്ടെങ്ങോ ലുക്ക് ഈസ്റ്റ് പോളിസി, അത് കഴിഞ്ഞ് ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറഞ്ഞിരിക്കുന്ന കുറെ പ്രസംഗങ്ങൾ നടത്തിയിട്ടെന്നല്ലാണ്ട് നമുക്ക് ഇവിടെ ഒരു പോളിസി ഡോക്യുമെന്റ് നമ്മുടെ ജനറൽ പബ്ലിക് കണ്ടിട്ടില്ല, ഇന്റലക്ച്വൽസ് കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു നാഷണൽ നരേറ്റീവ് എന്താണെന്ന്. വി നീഡ് ടു ഹാവ് എ സ്ട്രോങ് നാഷണൽ നരേറ്റീവ് ആൻഡ് വി നീഡ് ടു ഹാവ് കംപ്ലീറ്റ് അസറ്റ്സ്, ഹ്യൂമൻ അസറ്റ്സ് ടു നർച്ചർ ദിസ് നരേറ്റീവ്. ഇതില്ലാതെ നമുക്ക് ഈ 5th ജനറേഷൻ വാർഫെയർ നമുക്ക് ജയിക്കാൻ സാധിക്കില്ല. ഈ 5th ജനറേഷൻ വാർഫെയറിൽ യു ആൻഡ് മീ, ദ ജനറൽ പബ്ലിക് ആർ അറ്റ് ദ വാർ ഫ്രണ്ട്. കൺവെൻഷണൽ വാർ ഇനി നടക്കില്ല. ഞാനും നിങ്ങളും അടങ്ങുന്ന ജനതയാണ് യുദ്ധത്തിന്റെ മുമ്പിൽ വരുന്നത്. നമുക്ക് കിട്ടുന്ന മിസ്ഇൻഫർമേഷൻ ആണ് നമ്മളെ തളർത്തുന്നതും നമുക്ക് കിട്ടുന്ന ഗുഡ് ഇൻഫർമേഷൻ ആണ് നമ്മളെ ശക്തരാക്കുന്നതും. സോ നമുക്ക് പ്രതീക്ഷിക്കാം, 5 seconds വ്യൂ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ഒരു നല്ല നാഷണൽ നരേറ്റീവ് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുമെന്നും ഇന്ത്യയുടെ സോഫ്റ്റ് പവർ വളർന്നു വരുമെന്നും കോംപ്രിഹെൻസീവ് പവർ പ്രൊജക്ഷനിൽ ഇന്ത്യ ഇനിയും ഉയരത്തിലേക്ക് പോകുമെന്നും നമുക്ക് വിശ്വസിക്കാം. സോ this is 5 seconds view on unknown gunman and the real agenda. Thank you.